പരാതിപ്പെട്ടതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. റൂൾ 3(2) റൂൾ 5(1) അനുസരിച്ച് റോഡിൻ്റെ മുഴുവൻ പണിയും തീർന്നാൽ മാത്രമേ ടോൾ പിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ ഈഞ്ചക്കലും കുമരിച്ചന്തയും ഇപ്പം പണി തുടങ്ങിയിരിക്കുന്നത്. ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നതെന്നും അതവർ ട്രാഫിക് മാനേജ്മെൻറ്റ് ചെയ്ത് പരിഹരിക്കുമെന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ കൊടുത്ത പരാതിയിന്മേലിൽ യാതൊരുവിധ മറുപടിയുമില്ല. വെറുതും ബാലിഷ്യമായ ഒരു മറുപടിയാണ്. തികച്ചും പറഞ്ഞാൽ ഇതൊരു ഹൈവേ റോബറി തന്നെയാണ്. ഒരു ദിവസം 1 കോടിക്ക് മുകളിലുള്ള പിടിച്ചുപറിയാണ് അവിടെ നടക്കുന്നത്. ഈ വർക്ക് ഇനി ഏകദേശം ഒരു 1.5 വർഷം നടക്കും. അപ്പോൾ ഈ 1.5 വർഷം അവർ എത്രത്തോളം ഈ ടോൾ പിരിവിലൂടെ കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമസ്കാരം. റോഡ് പണി പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് നടത്തരുത് എന്ന്, അത്തരത്തിൽ ടോൾ പിരിവ് നടത്തിയാൽ തന്നെ അത് നിയമവിരുദ്ധമാണ് എന്ന് കോടതികൾ നിരന്തരം നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം വാഴമുട്ടം ഹൈവേയിലെ, അതായത് കോവളം NH-ൽ റോഡ് പണി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിലും ടോൾ പിരിവ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയുമില്ല എന്ന ആക്ഷേപമാണ് നിലവിലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്താണ് ഈ പരാതിയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നമ്മൾ ആദ്യം പരാതിപ്പെട്ടത് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 21/7/2025 നാഷണൽ ഹൈവേ ഫീ ഡിറ്റർമിനേഷൻ ഓഫ് റൂൾസ് ആൻഡ് കളക്ഷൻ റൂൾസ് 2008 പ്രകാരം റൂൾ 3(2) റൂൾ 5(1) അനുസരിച്ച് റോഡിൻ്റെ മുഴുവൻ പണിയും തീർന്നാൽ മാത്രമേ ടോൾ പിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ ഈഞ്ചക്കലും കുമരിച്ചന്തയും ഇപ്പം പണി തുടങ്ങിയിരിക്കുന്നത്. അത് ഏകദേശം ഇനി 1.5 വർഷം കൊണ്ടേ അത് പൂർത്തിയാവുള്ളൂ. ദിവസവും അവിടെ മണിക്കൂറുകളോളം, 1 മണിക്കൂർ 2 മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കുകളാണ്. അത് ഈ ഓഫീസ് ടൈമായാലും മറ്റ് ടൈമിലും നല്ല തിരക്കുകൾ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് നമുക്ക് ഏത് ടൈമിൽ വന്നാലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ മുന്നേ തന്നെയും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് NH അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നും ഈ പറയുന്ന ഈ റൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. പറയുന്ന സൈൻ ബോർഡ്, ഡ്രെയിനേജ് സിസ്റ്റം, അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ, മറ്റ് സംവിധാനങ്ങളും മുന്നേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോൾ പിരിക്കാനായിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പോലും പല സ്ഥലങ്ങളിലും വർക്കുകൾ നടക്കുന്ന സമയമാണ്. എന്നിട്ടാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പരാതിയിന്മേൽ നടപടി ഉണ്ടാവില്ല എന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ തുടർ നടപടിയായിട്ട് നമ്മൾ യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി 26/7/2025 ഗ്രീവിയൻസ് സെല്ലിന്, സെൻട്രൽ ഗവൺമെൻറ് ഗ്രീവിയൻസ് സെല്ലിൽ പരാതിപ്പെട്ടു. അത് NH അതോറിറ്റിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനും പരാതിപ്പെട്ടു. പരാതിന്മേൽ 30 ദിവസത്തിനകം പരാതി തീർപ്പുണ്ടാക്കുന്നത് കൊണ്ട് മറുപടി കിട്ടി. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നതെന്നും അതവർ ട്രാഫിക് മാനേജ്മെൻറ്റ് ചെയ്ത് പരിഹരിക്കുമെന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ കൊടുത്ത പരാതിയിന്മേലിൽ യാതൊരുവിധ മറുപടിയുമില്ല. വെറുതും ബാലിഷ്യമായ ഒരു മറുപടിയാണ്. പണി ഇപ്പോൾ നടക്കുന്നത് ഈഞ്ചക്കൽ നടക്കുന്നുണ്ട്. ഈഞ്ചക്കൽ വലിയ പ്രധാനപ്പെട്ട മിക്ക സ്ഥലങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അതുപോലെ തന്നെയാണ് കുമരിച്ചന്ത എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ 2 സ്ഥലത്തും ആണ് മെയിനായിട്ട് വർക്ക് കിടക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം കോവളം കഴിഞ്ഞതിന് ശേഷമുള്ള മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ റീവർക്ക് നടക്കുന്നുണ്ട്. റീവർക്ക് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സ്ഥിതി. ഇപ്പം സിമിലറായിട്ട് പറയുകയാണെങ്കിൽ പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട്. അതിന്മേൽ NH അതോറിറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം റോഡ് പണിയും എന്നിട്ട് കോടതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ വീണ്ടും 2 ആഴ്ചയും കൂടെ നീട്ടിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതേപോലെ സിമിലറായിട്ട് ഇതൊരു തികച്ചും പറഞ്ഞാൽ ഇതൊരു ഹൈവേ റോബറി തന്നെയാണ്. ഒരു ദിവസം 1 കോടിക്ക് മുകളിലുള്ള പിടിച്ചുപറിയാണ് അവിടെ നടക്കുന്നത്. ഈ വർക്ക് ഇനി ഏകദേശം ഒരു 1.5 വർഷം നടക്കും. അപ്പോൾ ഈ 1.5 വർഷം അവർ എത്രത്തോളം ഈ ടോൾ പിരിവിലൂടെ കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ ടോൾ വാങ്ങുന്നത് തിരുവല്ലം ടോൾ പ്ലാസയാണ് കേരളത്തിൽ. സ്റ്റാൻഡേർഡ് റേറ്റിലേക്ക് മാറ്റണമെന്ന്
NH അതോറിറ്റിയുടെ സർക്കുലർ ഉള്ളതാണ്. പക്ഷേ ആ റേറ്റിലേക്ക് ഇതുവരെയും മാറിയിട്ടില്ല അവർ. ഇപ്പോഴും അവർ ആ റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെയുള്ള പക്കാ പറഞ്ഞ പകൽക്കൊള്ള ആണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലിപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം മറുപടി തന്നിരിക്കുകയാണ്. ഇത് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇപ്പം മറുപടി പറഞ്ഞത്. അതെ. ഇനി തുടർ നടപടി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? തുടർ നടപടി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. അല്ലാതെ മറ്റ് പരാതിപ്പെട്ടത് കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. സുപ്രീം കോടതിയുടേത് മാത്രമല്ല, നാഷണൽ ഹൈവേ റൂൾസ് പ്രകാരം റോഡിൻ്റെ മുഴുവൻ പണിയും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിക്കുക നിയമവിരുദ്ധമാണ്. എന്തായാലും റോഡ് പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിക്കാൻ ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് കേരള യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.